ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ ഡേ 7 ആണ്. അപ്പോൾ നമ്മൾ ഊട്ടി 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഊട്ടി ഇറങ്ങാം കേട്ടോ. അങ്ങനെ നമ്മൾ ട്രിപ്പ് തുടങ്ങിയിട്ട് ഇന്ന് 7ാമത്തെ ദിവസമാവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലോട്ട് പോകണം. ഇന്ന് എവിടെയും സ്റ്റേ ഇല്ല. ഞങ്ങളുടെ നാട് പാലക്കാട് മണ്ണാർക്കാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും നല്ലോണം വഴുകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാക്സിമം പോണ വഴിയൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചുരം ഇറങ്ങുന്ന സമയത്ത് കണ്ടോ, ഓരോ വ്യൂ പോയിന്റ് കാണുമ്പോൾ നമ്മൾ എങ്ങനെ ഇറങ്ങാതിരിക്കുക, എന്താ അതിൻ്റെ ഒരു ഭംഗി നോക്കി. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇതേപോലെ ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട്. അവിടെയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് നമ്മൾ പോണത്. ഗൈസ്, നമ്മൾ ഈ പോകുന്ന വഴി മേട്ടുപ്പാളയം റോഡാട്ടോ. അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ആനക്കട്ടി, അട്ടപ്പാടി, മണ്ണാർക്കാട് ആ റൂട്ടിനാട്ടോ പോകുന്നത്. അതേപോലെ മേട്ടുപ്പാളയം, കോയമ്പത്തൂർ, പാലക്കാട് വഴിയും നമുക്ക് മണ്ണാർക്കാട്ടേക്ക് പോവാം. പക്ഷേ അത് കുറച്ച് വളഞ്ഞ വഴിയാണ്. അതിനെക്കാട്ടി നല്ലൊരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേട്ടുപ്പാളയത്ത് നിന്ന് ആനക്കട്ടി വഴിയാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗ്രാമത്തിൽ കൂടെയുള്ളൊരു യാത്രയാവും ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് കൂടുതൽ യാത്ര വരുന്നത്. ഒന്നും കൂടി അടിപൊളിയായിരിക്കും. നമ്മളിപ്പോൾ മേട്ടുപ്പാളയം കഴിഞ്ഞ് ആനക്കട്ടി റൂട്ടിൽ, അതായത് ഒരു തമിഴ്നാടിൻ്റെ ഒരു ഉൾപ്രദേശത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കിനി ആനക്കട്ടിയൊക്കെ കഴിഞ്ഞ് അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ കുട്ടികൾക്ക് കുളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ കേസ് നമ്മൾ അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടുത്തെ വെള്ളം എന്ത് ക്ലിയറാണ് നോക്കൂ. ഒരു ചളിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വല്ലാതെ ആഴമില്ലാത്ത ഭാഗത്താണ് നിൽക്കുന്നത്. കാരണം കുട്ടികൾക്ക് ധൈര്യമായിട്ട് കുളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കുറച്ച് കുണ്ടുള്ള ഭാഗങ്ങൾ അപ്പുറത്തൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ നോക്കൂ, എന്താ ഒരു പ്രകൃതി ഭംഗി. ഇതൊരു മലയുടെ അടിവാരമാണ്. അപ്പോൾ അത്രയും ശുദ്ധമായ വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗെയ്സ്, നമ്മൾ വീണ്ടും നമ്മളെ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു അടിപൊളി അനുഭവമായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.